കടം വാങ്ങുന്ന സമയത്ത് തന്നെ അത് കൊടുക്കണമെന്നുള്ള ചിന്ത നമുക്ക് വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് പലർക്കും കടക്കെണിയിലായിപ്പോൾ കൊടുക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു കാരണം ഇതുണ്ട് എന്നുള്ളതാണ്. കടം വാങ്ങുന്ന സമയത്ത് അത് കൊടുക്കാനെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ താക്കീത് ചെയ്ത കാര്യമാണ്. ഇനി കടത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ബിസിനസ് ലോസിലേക്കാണ്, നേരത്തെ എത്തിക്സ് വെച്ച് കഴിഞ്ഞാൽ ഇനി ശരിയാവില്ല, ഇനി കുറച്ച് മായം ചേർക്കണം. ഈ സമയത്ത് പ്രയാസമുണ്ടാക്കി ഇങ്ങനെ ദുആ ചെയ്യണം, അല്ലാഹു മക്ഫിനി ബിഹലാലിക അൻ ഹറാമിക്. അല്ലാഹു എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ ഹലാൽ കൊണ്ട് മതിയാക്കാൻ എനിക്ക് റബ്ബേ നീ തൗഫീഖ് ചെയ്യണം. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. നിന്റെ ഔദാര്യം കൊണ്ട് മറ്റൊരാളെയും കൂടാതെ അല്ലാഹു നീ ധന്യനാക്കണമെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഈ സമയത്ത് ദുആ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മലയോളം ഉണ്ടെങ്കിലും അത് നീങ്ങിപ്പോകും എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഈ സന്ദർഭത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കടം വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കടം വേഗത്തിൽ വീട്ടാൻ സാധിക്കണമെങ്കിൽ കടം വാങ്ങുന്ന സമയത്ത് തന്നെ അത് കൊടുക്കണമെന്നുള്ള ചിന്ത നമുക്ക് വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് പലർക്കും കടക്കെണിയിലായിപ്പോൾ കൊടുക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു കാരണം ഇതുണ്ട് എന്നുള്ളതാണ്. കടം വാങ്ങുന്ന സമയത്ത് അത് കൊടുക്കാനെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ താക്കീത് ചെയ്ത കാര്യമാണ്. മൻ അഖദ അംവാലൻ നാസ്, ആരാണോ ജനങ്ങളുടെ സമ്പത്ത് സ്വീകരിക്കുന്നത്, യുരീദു അദാഅഹ, അത് വീട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അള്ളാഹു അവന് വേണ്ടി വീട്ടി കൊടുക്കുന്ന എന്നാണ്. അള്ളാഹു അതിൻ്റെ എളുപ്പങ്ങൾ ചെയ്തു കൊടുക്കും. കൊടുക്കണം എന്നുള്ള പെട്ടെന്നൊരു ആവശ്യമുണ്ട്. മനുഷ്യനാണ്, കടം വാങ്ങേണ്ടി വരും. കടക്കെണിയിൽ പെട്ടുപോകുന്നതിനെതിരെ നമ്മൾ ദുആ ചെയ്യണം, അത് വേറെ കാര്യമാണ്. പക്ഷേ നമുക്ക് കടം ചില സമയത്ത് വരും. അപ്പോൾ നമ്മൾ വാങ്ങുകയാണ്, അപ്പോൾ നമ്മൾ ഉദ്ദേശം ഇത് കൊടുക്കണം, ഇവന് ഈ സമയത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരുത്തനാണെങ്കിൽ അള്ളാഹു അവന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്നാൽ വമൻ അഖദ യുരീദു ഇത്ലാഫഹ അത്ലഫഹുല്ലാഹ്, അങ്ങനെ കൊടുക്കൊന്നും വേണ്ട, അത് ഇങ്ങനെ തരാമെന്ന് പറയാം, അടുത്ത ആഴ്ച തരാം, ഇന്നേരം തന്നെ ഒരു ചിന്തയൊന്നുമില്ല, അടുത്ത ആഴ്ച കൊടുക്കണം എന്ന് ഒരു മനസ്സിലൊരു ചിന്തയില്ല. കാരണം ഇവൻ്റെ അടുത്ത് കൊടുക്കാൻ ഉണ്ടാവില്ല. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ ഇങ്ങനെ പറയണം, അടുത്ത ആഴ്ച തരാം. കൊടുക്കണം ഉദ്ദേശമില്ലാതെ പറയാം, അടുത്ത മാസം തരാം, അടുത്ത വർഷം തരാം എന്ന് കൊടുക്കണം ഉദ്ദേശമില്ലാതെ പറയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയില്ല. അത്ലഫഹുല്ലാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. കടത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കടം വാങ്ങുമ്പോൾ ചിന്ത വേണം, അതിനോട് പരിശ്രമിക്കണം. ഞാൻ ഇന്ന രീതിയിൽ കൊടുക്കും, ഇന്ന് സേവ് ചെയ്തിട്ട് അത് കൃത്യമായി കൊടുക്കും, അങ്ങനെ ചെയ്യേണ്ടതുണ്ട്.